കച്ചത്തീവ് വിഷയത്തിലെ മോദിയുടെ നിലപാടിനെ ഇപ്പോൾ വിമർശിക്കുകയാണ് മുൻ വിദേശകാര്യ സെക്രട്ടറിമാരെല്ലാം. കച്ചത്തീവ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുക്കുന്ന ഈ നിലപാട് ശ്രീലങ്കയുമായുള്ള ബന്ധത്തെ ബാധിക്കും. സെൽഫ് ഗോളാകും വിധമുള്ള സമീപനമാണ് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോൻ പറയുന്നത്. വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു. അനൂപ്, വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. ഈ കാര്യത്തിൽ എന്താണ് ഇന്ത്യ നിലപാടെടുക്കുക എന്നത് സംബന്ധിച്ചാണ് മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിന്റെ പോക്ക് എന്ന കാരണം കൂടിയുണ്ട്. മാത്രമല്ല, രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള ചില നിലപാടുകളിൽ രാജ്യം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും നിരവധിയായിരിക്കും. അപ്പോൾ ഇക്കാര്യത്തിൽ മറ്റ് വിദേശ സെക്രട്ടറിമാരൊക്കെ എന്ത് അഭിപ്രായമാണ് പറയുന്നത്? ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, വിദേശ നയത്തിന്റെ കാര്യത്തിൽ സർക്കാരുകൾ മാറുന്നതനുസരിച്ച് ഒരു രാജ്യം നിലപാട് മാറ്റിയാൽ അത് രാജ്യത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന ചൂണ്ടിക്കാട്ടലാണ് നേരത്തെയുള്ള വിദേശകാര്യ സെക്രട്ടറിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. 1974 ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ പാക് കടലിടുക്കിലുള്ള ഈ കച്ചത്തീവ് എന്ന ഏതാണ്ട് 285 ഹെക്ടർ വലുപ്പമുള്ള ആൾതാമസമില്ലാത്ത ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ശ്രീലങ്കയുടെ അവകാശം അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ആ ഒരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായ പ്രശ്നമുണ്ടായിരുന്നില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏതാണ്ട് 15 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക തടവിൽ വെക്കുന്നത്, അതല്ലെങ്കിൽ സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോകുന്നതൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചയായ സാഹചര്യത്തിലാണ് BJP ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത്. എന്തായാലും അങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി കച്ചത്തീവ് വിഷയത്തെ മാറ്റിയാൽ അത് രാജ്യത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും, സെൽഫ് ഗോളാകും എന്ന മുന്നറിയിപ്പാണ് നേരത്തെ ഇക്കാര്യത്തിൽ ഇടപെട്ട ഉദ്യോഗസ്ഥർ, വിദേശകാര്യ നയരൂപീകരണത്തിലൊക്കെ കാര്യമായ ഇടപെടൽ നടത്തിയ ആളുകൾ കേന്ദ്ര സർക്കാരിന്, BJPക്ക്, നരേന്ദ്രമോദിക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ശരി, അനൂപ് ദാസ്.